ഹലോ. അരിപ്പൊടിയും ഒരു മുട്ടയും ചേർത്തിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു കാസർഗോഡ് സ്പെഷ്യല് ചേമ്പപ്പമാണ് കേട്ടോ. ഇതിൻ്റെ പേര് പറയുന്നത് ചേമ്പപ്പം എന്നാണ്. ഇത് കാസർഗോഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് ക്രിസ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ചേമ്പപ്പം ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ടാൽ നല്ല പൊടിഞ്ഞ് വരുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കാസർഗോഡ് സ്പെഷ്യൽ ചേമ്പപ്പം. അപ്പോൾ നമ്മൾ ചേമ്പപ്പത്തിൻ്റെ ആ ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പക്ഷേ ഇത്ര ആഡ് ചെയ്യുന്നതാണ് ഒരു ടേസ്റ്റ് പാകം നിൽക്കുന്നത്. പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മുട്ടയുടെ ബാറ്റർ നന്നായിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ മാക്സിമം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പ് അതിന് അളവിനനുസരിച്ച് പറയുന്നത് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ്. ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് നിലനിർത്തുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാ പാലും ചേർത്താലും മതി. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ദോശമാവിൻ്റെ പരുവല്ലാതെ ജസ്റ്റ് അതിലും കുറച്ചുകൂടി ഇച്ചിരി കട്ടിക്ക് നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൂടി പോവാതെ ഒന്ന് ഈ ഒരു ബാറ്റർ പരുവത്തിലാക്കി വെക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ കോരി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ചേമ്പപ്പം ഉണ്ടാക്കാനായിട്ട്. നമ്മളിനി ഒരു പാലപ്പത്തിലോട്ട് കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ കോരി നമ്മൾ ആ എണ്ണയ്ക്കുള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചേമ്പപ്പത്തിൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ പാളിപ്പോയി, അങ്ങനെ കിട്ടിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉരുള ഉരുട്ടിയോ എങ്ങനെ വേണേലും എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പപ്പം എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഷേപ്പ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും പക്ഷേ ടേസ്റ്റ് എന്തായാലും ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഞാനിത് 2ാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആദ്യത്തെ വട്ടം ഇഷ്ടമായതുകൊണ്ടാണ് ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കിയത്. എന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ അരിപ്പൊടിയും മുട്ടയും വേറെ ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ. എന്തായാലും ഇത് കുട്ടികളൊക്കെ ഈവനിങ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയുള്ള സ്നാക്സ് ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൈദയൊന്നും ചേർക്കാതെ അരിപ്പൊടിയൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇങ്ങനെ മുട്ടയുടെ റെസിപ്പീസാണ് മെയിനായിട്ട് എൻ്റെ വീഡിയോയിൽ. അപ്പം മുട്ട കഴിക്കാൻ മുട്ടയുടെ സ്നാക്സ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പപ്പം എന്താ റെഡി ആയിട്ട് ഓരോന്നായിട്ട് കോരി എടുത്ത് പ്ലേറ്റിലോട്ട് ഇടുകയാണ്. ശരിക്കും ക്രിസ്പി ആയിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടായിട്ട് ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പം നിറയെ നമ്മൾ 2 കപ്പ് അരിപ്പൊടിക്ക് കുറേ നമുക്കൊരു പലഹാരം കിട്ടിയിട്ടുണ്ട്. നല്ല തൊടുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പം തന്നെ നല്ല മുറിക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കട്ടിയാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു കാസർഗോഡ് സ്പെഷ്യലായ ചേമ്പപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ മാക്സിമം നോക്കി, പക്ഷേ പറ്റിയില്ല. എങ്കിലും നമുക്ക് ഷേപ്പിലല്ലല്ലോ, ടേസ്റ്റിലാണല്ലോ കാര്യം. അപ്പോൾ ഷേപ്പ് നോക്കാതെ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.